മലയാളി ഫ്രം ഇന്ത്യ. എന്താ പറയുക, ഈ സിനിമയെ പറ്റി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ജോണറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത്. ബുക്ക് ഷോയിലൊക്കെ കോമഡി ഡ്രാമ എന്നുള്ളൊരു ജോണറാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ സിനിമ ശരിക്കും കോമഡി അല്ല, ഡ്രാമയല്ല, സീരിയസും അല്ല, പൊളിറ്റിക്കൽ സറ്റയർ ആണോ, ഇനി ഏതൊക്കെ സിനിമയായിട്ട് സാമ്യതയുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തുടക്കത്തിൽ സന്ദേശം സിനിമ പോലെയും ഇടയ്ക്ക് ആടുജീവിതത്തിൻ്റെ സ്പൂഫൊക്കെ ആയിട്ട് തോന്നി. അവസാനം ബജ്രംഗി ബൈജാനായിട്ട് മാറി. ഈ 3 സിനിമയുടെ കൂടെ ഒരു കോംബോ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതൊരു മോശം സിനിമയല്ല. ഇത് നിവിൻ്റെ സാധാരണ എനിക്ക് തോന്നുന്നു നിവിൻ്റെ ഫാക്ടർ കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ സിറ്റുവേഷണൽ കോമഡീസൊക്കെ കൊണ്ട് ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വൺ ടൈം വാച്ചബിൾ ആയിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിരുന്നെങ്കിലും പാട്ടുകളൊക്കെ എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല. ശരിക്കും പ്ലേസ്മെൻ്റൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി. മാത്രമല്ല ആ പാട്ടുകളുടെ ഒരു വരികളും ഒരു സുഖം ഉണ്ടായില്ല. നിവിൻ പാടിയൊരു സ്റ്റൈലൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും പാട്ടൊരു ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല ഗോൾഡ് സിനിമയിലെ നയൻതാരയെ പോലെ ഒരു അധികപ്പറ്റായിട്ട് വന്നാണ് നമ്മുടെ അനശ്വര രാജനും. ശരിക്കും ഒരു യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് വെറുതെ ഒരു നോക്കുകുത്തി പോലെ വയ്ക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ നിവിനും നമ്മുടെ ധ്യാന്, അതുപോലെ ഒരു പാകിസ്ഥാനി ഒരു പുള്ളിയുണ്ട്. ഇവർ 3 പേരും തന്നെയാണ് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ധ്യാനും നിവിനായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, നിവിൻ നാട് വിടുന്നതും പിന്നെ അവിടെ ഒരു ഗൾഫ് രാജ്യത്തിൽ പാകിസ്ഥാനിയായിട്ടുള്ളൊരു സൂപ്പർവൈസറുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമയുടെ ഗ്രാഫ് പക്ഷേ ചിലപ്പോൾ താഴ്ന്നു പോകാറുണ്ട്, ഇടയ്ക്ക് പൊങ്ങി വരും, വീണ്ടും താഴ്ന്നു പോകും. പക്ഷേ ഒരു എന്താ പറയുക, പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്ത, എന്നാൽ ഇടയ്ക്കൊക്കെ എന്താണെന്ന് തോന്നിയ ഒരു മടുപ്പിക്കുന്ന ലെവലിലോട്ട് പോകുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. പൊളിറ്റിക്സ് പറഞ്ഞ കുറേ സീനുകളുണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്ഥിരം ഡിജോ ജോസിൻ്റെ സിനിമകളിലുള്ള പോലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ലെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കുറേ ശ്രമങ്ങളും, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, മതേതരത്വം, രാഷ്ട്രീയം, ഇതുപോലെ സുഡാപ്പി സംഘി രാഷ്ട്രീയങ്ങളും. നമ്മുടെ ഇതിനകത്ത് നിവിൻ തന്നെ സംഘി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ തൊഴിലില്ലായ്മ, അമ്മപ്പാസം, പ്രകൃതി സ്നേഹം, രാജ്യസ്നേഹം, അതിർത്തി സ്നേഹം, പാകിസ്ഥാനോടുള്ള വിരോധമില്ലായ്മ. നമുക്ക് ഈ ഒരുപാട് ആൾക്കാർ ഗൾഫിലൊക്കെ പോയിട്ട് വന്നുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ പാകിസ്ഥാനിൽ നിന്ന് ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഒരുവിധം പാവപ്പെട്ടവരാണെന്നും ഈ വലിയ ശരീരം മാത്രമേ ഉള്ളെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് വീണ്ടും ഇങ്ങനെ ആൾക്കാരെ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും കാണിച്ച പോലെ തോന്നി. പക്ഷെ പാകിസ്ഥാനി ആയിട്ടുള്ള പിന്നെ അതുപോലെ ക്രിക്കറ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ കാണിക്കുന്ന പാകിസ്ഥാനിയും നിവിനും എല്ലാം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി കുറേ സീനുകളുണ്ട്. എല്ലാം കുറേ സ്പൂൺ ഫീഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നി. കുറേ മതേതരത്വം കാണിക്കാൻ വേണ്ടിയുള്ള സ്പൂൺ ഫീഡിങ്ങുകളും ഇതൊക്കെയാണ് തോന്നിയത്. മാത്രമല്ല ഒരു അവിയൽ പരുവം, നമ്മുടെ ആടുജീവിതം, സന്ദേശം, ബജ്രംഗി ബൈജാൻ എല്ലാം കൂടെ ചേർത്ത് വേവിച്ച് കാച്ചി കുറുക്കി എടുത്തൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പാട്ടുകളൊന്നും ഒരു സുഖമില്ലായിരുന്നെങ്കിലും BGM കൊള്ളായിരുന്നു. ഒരു നിവിൻ ഫാക്ടർ തന്നെയാണ് ശരിക്കും സിനിമ കാണാൻ വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യിക്കാൻ പറ്റുന്നത്. നിവിൻ്റെ കുറേ സിറ്റുവേഷണൽ കോമഡീസും പെർഫോമൻസും എല്ലാം കൊണ്ട് തന്നെ സിനിമ മടുപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഈ മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടിയുള്ള കുറേ ഈ വെളിച്ചപ്പാടും പരദക്കാരും തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ കാണിക്കുന്നതൊക്കെ, മീൻസ് പ്രസാദം കൊടുക്കുന്ന പോലെ കാണിക്കുന്നതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മക്കൾ IS ചേരുന്നതും അതിനോട് അമ്മമാരുടെ ദുഃഖവും അതൊക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നി. ശരിക്കും ഒരുപാട് സിനിമകളിൽ കണ്ട് മടുത്താണ്. ബാബാ കല്യാണിൽ വരെ ഉണ്ടായിരുന്നതാണ് പണ്ട് രാമുവിൻ്റെ കാലത്തെ. ഇതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു നിവിൻ പോളി പെർഫോമൻസ് കൊണ്ട് ഗ്രാഫ് സത്യം പറഞ്ഞ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ജോണറിനോട് നീതി പുലർത്തിയിട്ടില്ല എന്നെങ്കിൽ തന്നെയും കണ്ടിരിക്കാം.